അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂറത്തുൽ മുൽക്ക് 15 ആയത്ത് വരെ തജ്വീദ് സഹിതം ഓതാൻ പഠിച്ചു അല്ലേ? ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്ന് 16-ാമത്തെ ആയത്ത് മുതൽ ഓതി നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഅമിൻതും മൻ ഫിസ് സമാഇ അൻ യഖ്സിഫ ബികുമുൽ അർള ഫഇദാ ഹിയ തമൂർ. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ തജ്വീദ് ഒന്ന് പറയാം. അഅമിൻതും അഅമിൻതും ഹംസ അല്ലേ? ഹംസേൻ്റെ മുകളിൽ ഫത്ഹ ഇട്ടു. ഹംസ അലിഫ് വേണമെന്നില്ല. ഹംസ ഒറ്റയ്ക്ക് വന്നാലും നമ്മൾ അതിൻ്റെ മുകളിൽ ഫത്ഹ ഉണ്ടെങ്കിലും അ എന്ന് തന്നെയാണ് നമ്മൾ ഉച്ചരിക്കുക കേട്ടോ. ഓക്കെ, അഅമിൻതും നൂനിൻ്റെ മുകളിൽ സുക്കൂനില്ല അല്ലേ? അപ്പം നമ്മൾ എങ്ങനെ പറഞ്ഞത്? മുമ്പൊക്കെ പറഞ്ഞു നമ്മൾ എങ്ങനെ ഓതണം. നാവ് മുകളിൽ തട്ടാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. അഅമിൻതും എന്ന് പറയാതെ അഅമിൻതും അഅമിൻതും. ഓക്കെ, അഅമിൻതും മൻ ഫി തും. ഇവിടെ നോക്കൂ, രണ്ട് മീം. ഒരു മീമിന് സുക്കൂനൊന്നുമില്ല, മറ്റൊരു മീമിന് ശബ്ദ ഉണ്ട്. ഇവിടെ എന്താ ചെയ്യേണ്ടത്? ഇവിടെ രണ്ട് മീമിനെയും കൂടെ ഒന്നിച്ച് കൂട്ടിച്ചേർത്ത് മണിച്ചോദണം നമ്മൾ. ഓക്കെ, അപ്പം എങ്ങനെ ഓതും? അഅമിൻതും അഅമിൻതും. ഓക്കെ, അപ്പോൾ കൂട്ടിച്ചേർത്ത് മണിച്ച് കൂട്ടിച്ചേർത്ത് ഓതുക. ഇൻഷാ അല്ലാഹ്. മൻ ഫിസ് സമാഇ. ഇവിടെ നോക്കൂ, നൂൻ്റെ മുകളിൽ സുക്കൂനില്ല, ഇഖ്ഫ ആണ് അല്ലേ? എന്ത് ചെയ്യണം? മൻ അല്ല മ. ഓക്കെ, മൻ ഫിസ് സമാഇ. ഇവിടെ ഫി. ഈ ഫീൻ്റെ കൂടെ ഒരു യാ ഉണ്ട് അല്ലേ? അപ്പം നമ്മളിവിടെ എങ്ങനെ ഓതുക? ഫീ എന്ന് ഓതും. പക്ഷേ ഇവിടെ നമ്മൾ ഫീ എന്ന് ഓതുന്നില്ല. ഇവിടെ നമ്മൾ ഫീ എന്ന് ഓതുന്നില്ല. ഫിസ്സമാഇ എന്നാണ് ഓതുന്നത്. കാരണം എന്താണെന്നറിയോ? ഈ ഹംസത്തുൽ വസ്ലിൻ്റെ മുന്നേ ആയിക്കൊണ്ട് മദ് ചെയ്യുന്ന നീട്ടാനുള്ള അക്ഷരങ്ങൾ വന്നാൽ ഇവിടെ നോക്കൂ, ഫീ എന്ന് വന്നു അല്ലേ? പക്ഷെ അവിടെ ഫീ എന്ന് നമ്മൾ ഓതുന്നില്ല. കാരണം ഹംസത്തുൽ വസ്ലിൻ്റെ മുന്നേ നീട്ടാനുള്ള അക്ഷരങ്ങൾ വന്നാൽ അവിടെ നീട്ടില്ല, കൂട്ടിച്ചേർത്ത് ഓതിപ്പോവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ എങ്ങനെ ഓതും? ഫിസ്സമാഇ ഫിസ്സമാഇ. അപ്പം അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. സമാഇ. ഇവിടെ നോക്കൂ, മദ് റെഡ് കളറിൽ നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ അല്ലേ? മദ്. ഈ മദ് വരുമ്പോൾ നമ്മൾ മുമ്പേ ഒക്കെ പറഞ്ഞു 4-5 അനക്കം, 4-5 അക്ഷരത്തിൻ്റെ അളവിൽ നമ്മൾ നീട്ടി ഓതി കൊടുക്കണം എന്ന് പറഞ്ഞു അല്ലേ? 4-5 ഹറക്കത്ത് നീട്ടി ഓതി കൊടുക്കുക. അപ്പോൾ എങ്ങനെ ഓതും? സമാഇ. ഓക്കെ, ഇങ്ങനെ ഓതണം. അപ്പോൾ ഈ മദ്ദിൻ്റെ ശേഷം ഹംസ ഒരേ പദത്തിൽ, ഒറ്റ പദത്തിലാണ്, ഈ പദത്തിൽ തന്നെയാണ് ഹംസ വന്നിട്ടുള്ളത് അല്ലേ? സമാഇ. ഈ ഒറ്റ പദത്തിൽ ഹംസ വന്നാൽ അവിടെ ഈ 4-5 ഹറക്കത്തിൻ്റെ ടൈം നീട്ടൽ നിർബന്ധമാണ്, നീട്ടി ഓതൽ നിർബന്ധമാണ് കേട്ടോ. ഇതിന് മദ് മുത്തസിൽ എന്നാണ് പറയുക. നമ്മൾ പഠിച്ചതാണ് അല്ലേ? മദ് മുത്തസിൽ. അയ്യഖ്സിഫ. ഇവിടെയും നമ്മൾ നൂനിന് സുക്കൂനില്ല, നൂനിൻ്റെ സുക്കൂന് കാണുന്നില്ല അല്ലേ? അപ്പം എന്ത് ചെയ്യണം? ഇവിടെ നൂനിന് ശേഷം യ ആണ് വന്നിരിക്കുന്നത്. നൂനിന് ശേഷം വന്നിരിക്കുന്ന അക്ഷരം ഏതാണ്? യ.
അപ്പോൾ ഇവിടെ നൂനിന് ശേഷം സുക്കൂന് നമ്മൾ പ്രത്യക്ഷത്തിൽ നൂന് സുക്കൂന് കാണുന്നില്ല. അതിനുശേഷം എന്ത് വന്നു? യ വന്നു. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? ഒരു പ്രത്യേക തരം മണിക്കലാണ് ഇവിടെ വരുന്നത്. അയ്യ അയ്യ. ഓക്കെ, ആ യ എന്നല്ല, അയ്യ യ വരുന്നിടത്തൊക്കെ ഒരു പ്രത്യേക ശൈലിയിലാണ് മണിക്കുന്നത്. അയ്യ. ഓക്കെ, അയ്യഖ്സിഫ അയ്യഖ്സിഫ. ഓക്കെ, ബികുമുൽ അർള ബികുമുൽ ബികുമുൽ. ഇവിടെ നോക്കൂ, ഹംസത്തുൽ വസ്ലിന് ശബ്ദം ഉണ്ടാവില്ല നമ്മൾ പറഞ്ഞതാണ്. അപ്പം ഈ മീമിനെ നേരെ നമ്മൾ എങ്ങോട്ടേക്ക് കൊണ്ടുപോയി? നേരെ ലാമിലേക്ക് കൊണ്ടുപോയി. ബികുമുൽ 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 അർള അർള. ഓക്കെ, ബികുമുൽ അർള. ഫഇദ ഫഇദ. ഇവിടെ അലിഫ് മദ് ഉണ്ട്, 2 ഹറക്കത്ത് നീട്ടി കൊടുക്കണം കേട്ടോ, നീട്ടി ഓതണം. ഫഇദ ഹിയ തമൂർ ഫഇദ ഹിയ തമൂർ. ഇവിടെ നോക്കൂ, നമ്മൾ പറഞ്ഞു ഇവിടെ തമൂർ റോയിൻ്റെ മുന്നേ ഫത്ഹ ലൊമ്മ, റോയിൻ്റെ മുന്നേ ആയിക്കൊണ്ട് ഫത്ഹ ലൊമ്മ, ഇത് രണ്ടുമാണ് വരുന്നത് എങ്കിൽ നമ്മളവിടെ റോയിനെ എന്താക്കണം? ഹെവി ആക്കണം, എന്ന് ഉച്ചരിക്കണം എന്ന് പറഞ്ഞു അല്ലേ? ഓക്കെ, ഇൻഷാ അല്ലാ നമുക്ക് 17ാമത്തെ ആയത്തൊന്ന് ഓതി നോക്കാം. അം അമിൻതും മൻ ഫിസ് സമാഇ അൻ യുർസില അലൈക്കും ഹാസിബ ഫസതഅലമൂന കൈഫ നദീർ. ഓക്കെ, നമുക്ക് ഇതിൻ്റെ തജ്വീദ് ഒന്ന് പറയാം കേട്ടോ. അം അമിൻതും അം അമിൻതും. നമ്മൾ മുകളിൽ വന്ന അതേ വേർഡുകൾ അല്ലേ? നൂന് സുക്കൂന് വരില്ല. ഓക്കെ, നമ്മളവിടെ എങ്ങനെ ഓതണം? അമിൻതും. ഇവിടെ വരുന്നൊരു നിയമം കൂടെ നമ്മൾ മറന്നു പോകരുത് കേട്ടോ. നിയമത്തിൻ്റെ പേരെന്താണ്? തജ്വീദ് നിയമം. ഇഖ്ഫ, നൂനിനെ മറച്ച് പിടിക്കുക എന്നിട്ട് മണിച്ചോതുക, ഇഖ്ഫ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ നിയമം ഇത് ഓതുന്നതോടുകൂടി ഈ ഒരു നിയമത്തിൻ്റെ പേരും കൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് വളരെ നന്നായിരിക്കും. ഓക്കെ, അമിൻതും നമ്മൾ ഇവിടെ മുകളിൽ പറഞ്ഞ അതേപോലെ തന്നെ മീമിനെ മീമിലേക്ക് കൂട്ടി ചേർത്ത് ഓതുക കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു നിയമവും നമ്മൾ പറഞ്ഞു. എന്തായിരുന്നു? ഇത് ബിഉന്ന മണിച്ചു കൂട്ടി ചേർത്ത് ഓതുക. ഓക്കെ, ഫിസ്സമാഇ മദ് മുത്തസിൽ, മദ് മുത്തസിൽ, ഒറ്റ പദത്തിൽ, ഒരേ പദത്തിലാണ് ഹംസ വന്നിരിക്കുന്നത്. ഹംസ മറ്റൊരു പദത്തിലല്ലാതെ ഒറ്റ പദത്തിൽ വരുമ്പോൾ അവിടെ മദ് മുത്തസിലാണ്. 4 5 ഹറക്കത്ത് അവിടെ നീട്ടി ഓതിക്കൊടുക്കലാണ്. ഓക്കെ, അയ്യുർസില അയ്യുർസില യുർസില അയ്യുർസില. നൂനിന് സുക്കൂനില്ല അല്ലേ? അപ്പോൾ നമ്മൾ മുമ്പ് നമ്മൾ ആയത്തുകളിൽ പറഞ്ഞു നൂന് സുക്കൂനില്ല, പിന്നെ അതിന് ശേഷം യ ആണ് വരുന്നത് എങ്കിൽ നമ്മൾ എന്തു ചെയ്യും? അവിടെ ഒരു പ്രത്യേക ശൈലിയിലാണ് നമ്മൾ ചേർത്ത് ഓതുക, മണിച്ചു കൂട്ടി ചേർത്ത് ഓതലാണ് അവിടെ വരുന്നത്. പക്ഷെ അവിടെ നമ്മളൊരു പ്രത്യേക ശൈലിയിലാണ് നൂനിനെ യയിലേക്ക് കൂട്ടുന്നത്. അയ്യുർസില അയ്യുർസില. ഓക്കെ, അപ്പോൾ ഇദ്ഗാം ഞാൻ പറഞ്ഞു, ഇദ്ഗാം ബിഉന്ന. എന്താ പേര്? ഇദ്ഗാം ബിഉന്ന, മണിച്ച് ഉന്നത്തോടുകൂടി മണിച്ച് കൂട്ടി ചേർത്ത് ഓതുക. ഓക്കെ, അലൈക്കും അലൈക്കും ഹാസിബ അലൈക്കും ഹാസിബ. ഹഇന് അലിഫ്, ഹഇൻ്റെ കൂടെ അലിഫ് മദ് വന്നിട്ടുണ്ട് അല്ലേ? അവിടെ 2 ഹറക്കത്ത് നീട്ടിക്കൊടുക്കണേ. ഹാസിബ. നിർത്തുകയാണെങ്കിൽ സുല വന്നിട്ടുണ്ട്, നിർത്തുകയാണെങ്കിൽ 2 ഹറക്കത്ത് നീട്ടി ഓതിയിട്ട് നിർത്തുക. ഹാസിബ. ഓക്കെ, ഇല്ലാതെ ജോയിൻ ആക്കിയിട്ട് നമുക്ക് ഓതുന്നതാണ് ഏറ്റവും നല്ലത്.
എന്ന് ഞാൻ പറഞ്ഞുവല്ലോ, മുമ്പുള്ള ആയത്തുകളിലൊക്കെ പറഞ്ഞു നമ്മൾ ജോയിൻ ആക്കി ഓതി പോകുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ജോയിൻ ആക്കി ഓതി പോവുകയാണെങ്കിൽ എങ്ങനെ ഓതും? ഹാസിബൻ ഫസതഅലമൂന, ഹാസിബൻ ഹാസിബൻ ഫസതഅലമൂന. അവിടെ നമ്മൾ ഹാസിബൻ കൂട്ടി ഓതി പോവുകയാണെങ്കിൽ കേട്ടോ, ഹാസിബൻ എന്ന് പറയില്ല. ഹാസിബൻ അവിടെ ഇഖ്ഫ ആണ് വരിക. അവിടെ ബൻ എന്ന് പറയാതെ നമ്മുടെ മറച്ച് മണിക്കുന്ന ഒരു ശൈലി ഉണ്ടല്ലോ, നമ്മൾ പഠിച്ചില്ലേ, മറച്ച് മണിക്കണം. ഹാസിബൻ എന്നോതാതെ ഹാസിബൻ എന്നോതണമെന്ന് ആ ശൈലിയിലാണ് നമ്മൾ ഓതേണ്ടത്. ഹാസിബൻ ഫസതഅലമൂന. ഓക്കെ, ഫസതഅലമൂന. ഇവിടെ ഫസതഅലമൂന എന്ന് ഓതരുത് കേട്ടോ. ഫസതഅലമൂന എന്ന് ഫുള്ള് സുക്കൂൻ അവിടെ കൊടുക്കരുത്. ഓക്കെ, ശ്രദ്ധിക്കണം, ഹാഫ് സുക്കൂനെ കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഫസതഅലമൂന ഫസതഅലമൂന. ഇവിടെ വാവ് മദ്ദുണ്ട്, 2 ഹർക്കത്ത് നീട്ടി ഓതണം കേട്ടോ. ഫസതഅലമൂന കൈഫ നദീർ, കൈഫ നദീർ. ഇവിടെ നോക്കൂ, നദീർ റോയിനെ ലൈറ്റാക്കി അല്ലേ. ഇൻഷാ അല്ലാഹ് നമുക്ക് 18ാമത്തെ ആയത്തും കൂടെ ഒന്ന് ഓതി നോക്കാം. വലഖദ് കദ്ദബല്ലദീന മിൻ ഖബ്ലിഹിം ഫകൈഫ കാന നകീർ. ഓക്കെ, തജ്വീദ് നിയമം നോക്കാം കേട്ടോ. വലഖദ്, ദാല്, ഈ ബ്ലൂ കളറിൽ ദാല് കണ്ട, ദാല്, ഈ ദാലിന് ഫുള്ള് സുക്കൂന് കൊടുക്കണം കേട്ടോ. ഇത് കൽക്കലയുടെ ലെറ്ററാണ്. കൽക്കലയുടെ ലെറ്റർ എന്ന് പറഞ്ഞാൽ കൽക്കലയുടെ ലെറ്റേഴ്സിന് നമ്മൾ ഫുള്ള് സുക്കൂന് കൊടുക്കണം. നമ്മളിൽ മുകളിലുള്ള സൂറത്തുകളിൽ നമ്മൾ ഖാഫ്, ബാ, ജീമ് ഇതിനൊക്കെ ഫുള്ള് സുക്കൂന് കൊടുക്കണം എന്ന് പഠിച്ചു അല്ലേ. അതിലുള്ള ഒരു ലെറ്ററാണ് ദാലും. ദാലിന് സുക്കൂന് വന്നാൽ അവിടെ ഫുള്ള് സുക്കൂന് കൊടുക്കണം. ഓക്കെ, അപ്പോൾ വലഖദ്, വലഖദ് അവിടെ ഒരു പിശുക്കും വേണ്ട, ഫുള്ള് സുക്കൂന് കൊടുത്തോളുക. ദാലിന് എവിടെ സുക്കൂന് കണ്ടാലും അവിടെ ഫുൾ സുക്കൂന് കൊടുത്തിട്ട് വേണം ഓതാൻ കേട്ടോ. വലഖദ് കദ്ദബല്ലദീന, കദ്ദബ ശദ്ദ കനപ്പിക്കണം കേട്ടോ. കദ്ദബല്ലദീന, കദ്ദബല്ല. ഇവിടെ ഹംസത്തുൽ വസ്ൽ വന്നിട്ടുണ്ട്. ഹംസത്തുൽ വസ്ലിൽ എന്തില്ല, ശബ്ദം ഉണ്ടാവില്ല എന്ന് നമ്മൾ പറഞ്ഞതാണ്. അപ്പം നമ്മൾ നേരെ ബായിൽ നിന്നും നേരെ എവിടേക്ക് വന്നു, നമ്മുടെ ലാമിലേക്ക് അങ്ങ് വന്നു. അപ്പോൾ എന്നിട്ട് ലാമിനെയും കൂടെ ചേർത്ത് ഓതുകയാണ്, ചേർത്ത് കൂട്ടിച്ചേർത്ത് ഓതുകയാണ് അല്ലേ. കദ്ദബല്ലദീന, കദ്ദബല്ലദീന. ഇവിടെ നോക്കൂ, യാ മദ് ഉണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, 2 ഹർക്കത്ത് നീട്ടി ഓതി കൊടുക്കണം. കദ്ദബല്ലദീന മിൻ ഖബ്ലിഹിം, മിൻ ഖബ്ലിഹിം. ഇവിടെ നോക്കും, നൂനിൻ്റെ മുകളിൽ സ്കൂനില്ല. ഇവിടെയും നമ്മൾ നമ്മുടെ ഇഖ്ഫാഇൻ്റെ നിയമമാണ് വരുന്നത്, മറച്ച് മണിച്ചോതുക. മിൻ, സുക്കൂനില്ല അവിടെ, മിൻ എന്ന് പറയാൻ. അപ്പോൾ നമ്മൾ എങ്ങനെ ഓതും, മിൻ മിൻ ഖബ്ലിഹിം, മിൻ ഖബ്ലിഹിം. ഓക്കെ, മിൻ ഖബ്ലിഹിം. ഇവിടെ എന്താണ് നിയമം വരുന്നത്, പഠിച്ചിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ. ഇഖ്ഫ ആണ്, മറച്ച് മണിച്ചോതലാണ് അല്ലേ. മിൻ ഖബ്ലിഹിം അല്ല, മിൻ ഖബ്ലിഹിം. ഓക്കെ, ബ് ഫുൾ സുക്കൂന് കൊടുക്കേണ്ട ലെറ്റേഴ്സിൽ ഒന്നാണ് ബ്. ഓക്കെ, ഖബ്ലിഹിം, ഖബ്ലിഹിം ഫകൈഫ, ഫകൈഫ കാന നകീർ, ഫകൈഫ കാന. കാഫിൻ്റെ കൂടെ അലിഫ് വന്നിട്ടുണ്ട് അല്ലേ, അലിഫ് മദ്, 2 ഹർക്കത്ത് നീട്ടി ഓതി കൊടുക്കുക കേട്ടോ. കാന നകീർ. ഇവിടെ നക്കീർ, ഇവിടെ റോയിനെ ലൈറ്റാക്കലാണ് വന്നിട്ടുള്ളത് അല്ലേ. നക്കീർ ഇവിടെ ഞാൻ പറഞ്ഞു, ലൈറ്റാക്കുന്നതിന്
നക്കീർ. ഇതുപോലെ ലൈറ്റാക്കി റോയിനെ ഓതുന്നതിന് ഒരു പേര് നമ്മൾ പറയും എന്ന് പറഞ്ഞു അല്ലേ? എന്താണ്? റോയിനെ തർക്കീക്ക് ചെയ്യുക. റോയിനെ തർക്കീക്ക് ചെയ്യുക. നദീർ കണ്ടോ? നദീർ വന്നപ്പോഴും അതേപോലെ തന്നെ. നക്കീർ അതേപോലെ തന്നെ അല്ലേ? അപ്പോൾ റോയിനെ നമ്മൾ ലൈറ്റാക്കുകയാണ്, തർക്കീക്ക് ചെയ്യലാണ് കേട്ടോ അവിടെ. ഓക്കെ, ഇൻഷാ അല്ലാഹ് ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.